ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജർമ്മനിയിൽ എങ്ങനെ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ചെയ്യാന്നുള്ളതാണ്. ഇന്ത്യയിൽ +2 കഴിഞ്ഞ ഒരാൾക്ക് ജർമ്മനിയിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും ബാച്ചിലേഴ്സ് ഡിഗ്രി ചെയ്യാൻ പറ്റും. മാത്രമല്ല, ജർമ്മൻ ഡിഗ്രി ഒരു ഇൻ്റർനാഷണൽ ഡിഗ്രിയാണ്, വേൾഡ് വൈഡ് റെക്കഗ്നൈസ്ഡ് ആണ്. അതായത് ജർമ്മനിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ചെയ്തതിന് ശേഷം UK ലോ USA ലോ കാനഡയിലോ ഏത് രാജ്യത്ത് വേണമെങ്കിലും ഹയർ സ്റ്റഡീസിനോ അല്ലെങ്കിൽ ജോലിക്കോ പോകാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമുക്ക് ജർമ്മനിയിൽ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ചെയ്യാൻ പറ്റും ഇന്ത്യയിൽ +2 കഴിഞ്ഞിട്ട്? ആദ്യത്തെ കാര്യം, ജർമ്മനിയിൽ സ്കൂളിംഗ് എന്ന് പറയുന്നത് 13 വർഷമാണ്. +3 എന്ന് വേണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം. ഓക്കെ, അപ്പം നമ്മൾ ജർമ്മനിയിൽ എത്തിയിട്ട് ആദ്യം ഒരു വർഷം കൂടി അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട് ബാച്ചിലേഴ്സ് ഡിഗ്രിക്ക് മുമ്പേ. അതിന് ജർമ്മനിയിൽ പറയുന്നത് സ്റ്റുഡൻറ്റ് കോളേജ് എന്നാണ്. അപ്പം സ്റ്റുഡൻറ്റ് കോളേജ് ഒരു വർഷം ചെയ്തതിന് ശേഷമാണ് നിങ്ങളുടെ ബാച്ചിലേഴ്സ് ഡിഗ്രി വരുന്നത്. ഓക്കെ, ഈ സ്റ്റുഡൻറ്റ് കോളേജ് അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി മോസ്റ്റ്ലി ജർമ്മൻ ലാംഗ്വേജിലാണ് ഉണ്ടാവുക. അതായത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ടോട്ട് ബാച്ചിലേഴ്സ് പ്രോഗ്രാം വളരെ കുറവാണ്. അപൂർവം ചില യൂണിവേഴ്സിറ്റികൾ വളരെ കുറച്ച് കോഴ്സസ് മാത്രമേ ഉള്ളൂ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാംസ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇനി ജർമ്മനിയിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ചെയ്യണമെങ്കിൽ എന്തറിയണം? ജർമ്മൻ ലാംഗ്വേജ് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പം നിങ്ങൾ +2 കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയിൽ ജർമ്മൻ ലാംഗ്വേജ് 3 ലെവൽ നിർബന്ധമായിട്ടും ചെയ്തേ പറ്റുള്ളൂ. A1 A2 B1. ഈ 3 ലെവൽ നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചതിന് ശേഷം വേണം നിങ്ങൾക്ക് വിസ ഇൻ്റർവ്യൂവിന് പോകാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിസ റിജക്ഷനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം ജർമ്മൻ ലാംഗ്വേജ് A1 A2 B1 3 ലെവൽ ഇവിടെ പഠിക്കുന്നു. അതിനുശേഷം നിങ്ങൾ ജർമ്മനിയിൽ എത്തിയതിന് ശേഷം B2 C1 ഈ 2 ലെവലും കൂടി അവിടെ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് അവിടെ ഏതെങ്കിലും പ്രൈവറ്റ് ലാംഗ്വേജ് സ്കൂളിൽ പഠിക്കാവുന്നതുള്ളൂ. B2 C1. എന്തിനാണ് ഈ C1 വരെ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ, തീർച്ചയായിട്ടും ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഒരു സ്റ്റുഡൻറ്റിന് ആക്ച്വൽ B2 ഉണ്ടാവണമെങ്കിൽ ലാംഗ്വേജ് ലെവൽ C1 വരെയെങ്കിലും പഠിക്കണം. കാരണം നിങ്ങൾക്ക് ഈ സ്റ്റുഡൻറ്റ് കോളേജിന് അഡ്മിഷൻ കിട്ടണമെങ്കിൽ, അതായത് ഈ +3 കോഴ്സിന് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ലാംഗ്വേജ് പ്രൊഫഷ്യൻസി നന്നായിരിക്കണം. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ, പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾക്കൊരു എൻട്രൻസ് എക്സാം ഉണ്ട്. Aufnahmeprüfung എന്ന് പറഞ്ഞൊരു എൻട്രൻസ് എക്സാം ഉണ്ട് ലാംഗ്വേജ് പഠിച്ചതിന് ശേഷം. അതിനുശേഷമാണ് ഈ എൻട്രൻസ് ടെസ്റ്റ് ക്വാളിഫൈ ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് കോളേജ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾ അവിടെ ഒരു പ്രവേശിച്ചിലെത്തിയിട്ട് ജർമ്മൻ ലാംഗ്വേജ് C1 വരെ പഠിക്കുന്നു. അതിനുശേഷം നിങ്ങൾ എൻട്രൻസ് ക്വാളിഫൈ ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ഒരു ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി തന്നെ നിങ്ങൾ സ്റ്റുഡൻറ്റ് കോളേജ് ചെയ്യുന്നു. ഈ സ്റ്റുഡൻറ്റ് കോളേജിൻ്റെ ഡ്യൂറേഷൻ നോർമലി 2 സെമസ്റ്റർ, അതായത് ഒരു വർഷമായിരിക്കും ഉണ്ടാവുക. അതിനുശേഷം നിങ്ങൾക്ക് ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ തീർച്ചയായിട്ടും ബാച്ചിലേഴ്സ് ഡിഗ്രി പഠിക്കാൻ പറ്റും. ഇൻ കേസ് നിങ്ങളിപ്പോൾ ഞാൻ ഈ Aufnahmeprüfung എന്ന് പറഞ്ഞല്ലോ, എൻട്രൻസ് ക്വാളിഫിക്കേഷൻ, അതായത് ലാംഗ്വേജ് പഠിച്ചതിന് ശേഷം അത് നിങ്ങൾ ക്വാളിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ പറ്റിയില്ല, നിങ്ങളെ പെർസെൻറ്റേജ് നന്നായില്ല, മാർക്സ് നന്നായില്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് നാട്ടിലേക്ക് വരേണ്ട ആവശ്യമൊന്നുമില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ധാരാളം പ്രൈവറ്റ് ലാംഗ്വേജ് സ്കൂൾസ് ഉണ്ട്. അവിടെ എൻട്രൻസ് ഒന്നുമില്ല. നിങ്ങൾക്ക് ആക്ച്വൽ ജർമ്മൻ ലാംഗ്വേജ് B2 ഉണ്ടെങ്കിൽ പ്രൈവറ്റ് ലാംഗ്വേജ് സ്കൂളിൽ നിങ്ങൾ ഒരു 1000 മുതൽ 6000 യൂറോ വരെ ഫീസ് ചാർജ് ചെയ്യുന്ന ലാംഗ്വേജ് സ്കൂൾസ് ഉണ്ട്. പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ഫീസ് അടച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് കോളേജ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് അറിയാലോ, സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പറ്റും. അപ്പം ഈ കോഴ്സിന് നമ്മൾ ഇങ്ങനെ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ടൊരു സ്റ്റുഡൻറ്റ് കോളേജിനല്ല അപ്ലൈ എന്നുള്ളതും കൂടി ഞാൻ ആദ്യം പറയുകയാണ്. അതായത് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സ് ഏതാണ് നിങ്ങൾ ആദ്യം തീരുമാനിക്കണം. ബാച്ചിലേഴ്സ് ഡിഗ്രി നിങ്ങൾ ഏതാണ് തീരുമാനിക്കുന്നത്? നിങ്ങൾ ബിസിനസ് സ്റ്റഡീസ് ആണോ, ടെക്നിക്കൽ കോഴ്സസ് ആണോ, ഇനി സോഷ്യൽ സ്റ്റഡീസ് ആണോ? അതാദ്യം നിങ്ങൾ തീരുമാനിക്കണം. കാരണം ഈ സ്റ്റുഡൻറ്റ് കോളേജിന് അപ്ലൈ ചെയ്യുന്ന സമയത്തിന് മുമ്പ് തന്നെ നിങ്ങൾ ഏതാണ് നിങ്ങളുടെ മേജർ, നിങ്ങൾ എന്താണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആദ്യം തീരുമാനിക്കണം. അതിനനുസരിച്ച് വേണം നിങ്ങൾ സ്റ്റുഡൻറ്റ് കോളേജിന് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അതായത് ഇപ്പോൾ T കോഴ്സ് എന്ന് പറയുന്ന ടെക്നിക്കൽ കോഴ്സസ്, അതായത് എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയ കോഴ്സസിന് നിങ്ങൾ T കോഴ്സ് എന്ന് പറയും. അപ്പോൾ നിങ്ങൾ T കോഴ്സിനാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതുപോലെ പിന്നെ M കോഴ്സ് എന്ന് പറയും. ഈ M കോഴ്സ് എന്ന് പറയുന്നത്, അതായത് നിങ്ങൾ മെഡിസിൻ, അതായത് ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾ M കോഴ്സിന് അപ്ലൈ ചെയ്യണം. ഓക്കെ, ഇനി നിങ്ങൾ ബിസിനസ് സ്റ്റഡീസ് ആണ്, അതായത് BBA പോലത്തെ കോഴ്സസ് അല്ലെങ്കിൽ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസിനാണ് ബാച്ചിലേഴ്സ് ഡിഗ്രി പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ W കോഴ്സിനാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നിങ്ങളുടെ സ്റ്റഡി ഏരിയ എന്ന് പറയുന്നത് സോഷ്യോളജി, അത് സോഷ്യൽ സയൻസ് ആണ് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഹ്യൂമാനിറ്റീസ് ആണ് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ G കോഴ്സിനാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അതല്ലാതെ ഇനിയിപ്പം നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ നിങ്ങൾ ലാംഗ്വേജ് ബേസ് ചെയ്തിട്ടുള്ള, അതായത് ജർമ്മൻ ലാംഗ്വേജോ അല്ലെങ്കിൽ ലാംഗ്വേജ് ബേസ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ S കോഴ്സിന് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്, അതായത് നിങ്ങളെ സ്റ്റുഡൻറ്റ് കോളേജ് കോമൺ ആയിട്ടൊരു സ്റ്റുഡൻറ്റ് കോളേജ് അല്ല, നിങ്ങൾ എന്താണോ ബാച്ചിലേഴ്സ് ഡിഗ്രി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റേതായ സ്റ്റുഡൻറ്റ് കോളേജ് തന്നെ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് കോളേജുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ കൺസേൺഡ് സബ്ജക്റ്റ് ബേസ് ചെയ്തുകൊണ്ടുള്ള നിങ്ങളൊരു ബാച്ചിലേഴ്സ് ഡിഗ്രി ജർമ്മനി ചെയ്യുന്നു. ഓക്കെ, ബാച്ചിലേഴ്സ് ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും, ജർമ്മനിയിൽ 1.5 വർഷം, അതായത് 18 മാസം നിങ്ങൾക്ക് ജോബ് സെർച്ച് വിസ അവൈലബിൾ ആണ്. അതായത് നിങ്ങളുടെ പഠനശേഷം നിങ്ങൾക്ക് ജർമ്മനിയിൽ സെറ്റിൽ ചെയ്യാൻ നിങ്ങൾക്ക് ഈ 18 മാസം കൊണ്ട് ജോബ് അന്വേഷിച്ച് കണ്ടുപിടിക്കാം. ജോബ് കിട്ടിയ ഒരു 2 വർഷം നിങ്ങൾ അവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും
നിങ്ങൾക്ക് പെർമനൻറ്റ് റെസിഡൻസിന് അപ്ലൈ ചെയ്യാനും പറ്റുകയും ചെയ്യും. ഓക്കെ, മാത്രമല്ല നിങ്ങൾക്ക് അവിടെ PR കിട്ടിക്കഴിഞ്ഞാൽ യൂറോപ്പിലെ 27 രാജ്യങ്ങളിൽ, ജർമ്മനി അടക്കമുള്ള 27 രാജ്യങ്ങളിൽ ഏത് രാജ്യത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ജോലി ചെയ്യുകയോ സെറ്റിൽ ചെയ്യുകയോ, അതുപോലെ നിങ്ങൾക്ക് പഠന സമയത്ത് നിങ്ങൾക്ക് ത്രൂ ഔട്ട് യൂറോപ്പിൽ എക്സെപ്റ്റ് ബ്രിട്ടൻ നിങ്ങൾക്ക് യാത്ര ചെയ്യുകയും ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ജർമ്മനിക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെ വേണമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് നിങ്ങളുടെ സെക്കൻഡറി സ്കൂൾ, സീനിയർ സെക്കൻഡറി സ്കൂൾ, അതായത് +2 സർട്ടിഫിക്കറ്റ്, പിന്നെ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി, പിന്നെ ഒരു CV വേണം, പിന്നെ നിങ്ങളുടെ ഒരു മോട്ടിവേഷൻ ലെറ്റർ പ്രിപ്പയർ ചെയ്യണം. നിങ്ങളുടെ മോട്ടിവേഷൻ എന്താണെന്നുള്ളത് അത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബ്ലോക്ക്ഡ് അക്കൗണ്ടാണ്. 1 ഇയർ ലിവിങ് എക്സ്പെൻസ് നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം. അക്കൗണ്ടിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ UK കാനഡയോ ചെയ്യുന്ന പോലെ പാരൻസിൻ്റെ അക്കൗണ്ടിൽ 10-12 ലക്ഷം ഉണ്ടായാൽ പോരാ. നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ജർമ്മനിയിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണം വിസ ഇൻ്റർവ്യൂവിന് മുമ്പേ ആയിട്ട്. അതായത് 11,208 euro, അതായത് 11,208 euro നിങ്ങൾ ജർമ്മനിക്ക് ട്രാൻസ്ഫർ ചെയ്യണം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക്. അതായത് ജർമ്മനിയിലെ അക്കൗണ്ട് നിങ്ങളെ പേരിൽ ഓപ്പൺ ചെയ്യണം വിസ ഇൻ്റർവ്യൂവിന് മുമ്പേ ആയിട്ട്. എന്നിട്ട് നിങ്ങൾ ഈ എമൗണ്ട് ഏതാണ്ട് ഒരു 10-15 ലക്ഷം രൂപ വരും. ഈ എമൗണ്ട് നിങ്ങൾ ജർമ്മനിക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് മാത്രമേ നിങ്ങൾക്ക് വിസ ഇൻ്റർവ്യൂവിന് പോകാൻ പറ്റുള്ളൂ. ഈ എമൗണ്ട് നിങ്ങൾക്ക് ജർമ്മനിയിൽ എത്തിയിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റും. ഒരു 12 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഏതാണ്ട് ഒരു 90,000 അടുത്ത് രൂപ നിങ്ങൾക്ക് എല്ലാ മാസവും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. ഒരു വർഷത്തെ ലിവിങ് എക്സ്പെൻസാണ് നിങ്ങൾ ജർമ്മനിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, അതവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, പിന്നെ നിങ്ങൾ ജർമ്മനിയിലെ പ്രധാനപ്പെട്ട ലിവിങ് എക്സ്പെൻസസ്, അതുപോലെ നിങ്ങളുടെ മറ്റുള്ള എക്സ്പെൻസസ് എന്തൊക്കെയാണെന്നുള്ളതും കൂടി ഞാൻ ഒന്ന് ഓടിച്ച് പറയാം. പ്രധാനപ്പെട്ട എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അക്കോമഡേഷനാണ്. അക്കോമഡേഷന് ഏതാണ്ട് ഇപ്പോഴത്തെ മീൻസ് ഈ റഷ്യ-ഉക്രൈൻ വാറൊക്കെ വന്നതിന് ശേഷം ലിവിങ് എക്സ്പെൻസ് കുറച്ച് കൂടുതലാണ് ജർമ്മനിയിൽ. പ്രത്യേകിച്ചും അക്കോമഡേഷനിലാണ് അത് കാര്യമായിട്ട് ബാധിക്കുന്നത്. ഇപ്പം ഒരു 350-450 യൂറോൻ്റെ ഇടയ്ക്കായിരിക്കും സാധാരണഗതിയിൽ നിങ്ങൾക്ക് അവിടെ ഒരു മന്ത്ലി റെൻറ്റ് ഒരു ഷെയർഡ് ഫ്ലാറ്റിൽ നിങ്ങൾക്ക് വരുന്നത്. ഒരു 350-450 യൂറോ. അപൂർവം ചില സ്റ്റുഡൻറ്റ് ഫ്ലാറ്റുകളിലൊക്കെ ചിലപ്പം നിങ്ങളെ അറിയുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റുഡൻസൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ 250 യൂറോയ്ക്ക് തരാനുള്ള സാധ്യതയുണ്ട് എന്തായാലും. അത് പക്ഷേ അതൊരു ഷുവർ അല്ല, കിട്ടിയാൽ കിട്ടി, അത്രമാത്രമേ ഉള്ളൂ. പിന്നെ വരുന്നത് നിങ്ങളുടെ പ്രധാനപ്പെട്ട എക്സ്പെൻസ് എന്ന് പറയുന്നത് ഇൻഷുറൻസ് ആണ്. അതായത് പ്രൈവറ്റ് ഇൻഷുറൻസും പബ്ലിക് ഇൻഷുറൻസും അവിടെ അവൈലബിൾ ആണ്. എന്തായാലും നിങ്ങളുടെ ഒരു ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറയുന്നത് ഒരു 80 യൂറോയ്ക്കും ഒരു 110 യൂറോയ്ക്കും ഇടയ്ക്ക് മന്ത്ലി നിങ്ങൾക്ക് ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കേണ്ടി വരും. പിന്നെ നിങ്ങളുടെ ട്രാൻസ്പോർട്ടേഷനാണ്. ട്രാൻസ്പോർട്ടേഷൻ്റെ ടിക്കറ്റ് മോസ്റ്റ്ലി നിങ്ങളുടെ കൺസേൺഡ് യൂണിവേഴ്സിറ്റി തന്നെ ഇഷ്യൂ ചെയ്യും. എന്നാൽ ഒരു 30 യൂറോ മുതൽ ഒരു 80 യൂറോൻ്റെ ഇടയ്ക്കുള്ള ഒരു എമൗണ്ട് അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോവിൻസിൽ, നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഇരിക്കുന്ന, നിങ്ങളുടെ കോളേജ് ഇരിക്കുന്ന പ്രോവിൻസിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഒരു മാസത്തേക്ക് ഒരു 80 യൂറോ വരെ മാക്സിമം എക്സ്പെൻസ് ആണ് നിങ്ങൾക്ക് വരും. പിന്നെ ഫുഡിൻ്റെ എക്സ്പെൻസ് ആണ് വരുന്നത്. ഫുഡ് എന്ന് പറയുന്നത് നിങ്ങൾ മോസ്റ്റ്ലി നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിക്കുക തന്നെയായിരിക്കും. പുറത്തുനിന്ന് കഴിക്കുന്നതെല്ലാം കൂടി നിങ്ങളെ മീൻസ് ഓൾ ടുഗദർ നിങ്ങൾക്കൊരു 100-150 യൂറോ നിങ്ങൾക്ക് മാസം ഫുഡിന് എക്സ്പെൻസ് വരും. ഓക്കെ, പിന്നെ മിസലേനിയസ് ആയിട്ട്, അതായത് നിങ്ങൾക്ക് ഫോൺ ചാർജ് ചെയ്യണം, മറ്റേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ എക്സ്പെൻസസ് ഒക്കെ ഉണ്ടാവും. ഒരു 100 യൂറോ അതിനും കൂടി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇതൊക്കെയാണ് നിങ്ങളുടെ ഒരു മാസത്തെ ലിവിങ് എക്സ്പെൻസായിട്ട് നിങ്ങൾ കണക്കൂട്ടേണ്ടത്. ഓക്കെ, പിന്നെ തീർച്ചയായിട്ടും എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ബാച്ചിലേഴ്സ് ഡിഗ്രി ചൂസ് ചെയ്യുമ്പോൾ ജർമ്മനിയാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആദ്യമേ അതിന് വേണ്ടിയിട്ട് ലാംഗ്വേജ് പ്രിപ്പറേഷൻസ് നിങ്ങളുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. കാരണം ജർമ്മൻ ലാംഗ്വേജ് B2 അല്ലെങ്കിൽ C1 വരെ പഠിക്കാന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾ +2 കഴിയുന്നതോടുകൂടി മെൻ്റലി അതിന് പ്രിപ്പയർഡ് ആവണം. നിങ്ങൾ അതിന് ഉടനെ തന്നെ നിങ്ങൾ ലാംഗ്വേജ് പഠിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തണം. ലാംഗ്വേജ് പഠിച്ചു തുടങ്ങണം. കാരണം B1 പാസ്സാവുക എന്നുള്ളത് മസ്റ്റാണ്, അത് മനസ്സിലിരിക്കണം. B1 പാസ്സായെങ്കിലാണ് നിങ്ങൾക്ക് സക്സസ്ഫുൾ വിസ കിട്ടുക എന്നുള്ളത് ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് നിങ്ങളോട് ജർമ്മനിയിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ചെയ്യുന്നത് കോമൺ ആയിട്ട് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മുഴുവനായിട്ട് ഡീറ്റെയിൽഡ് അല്ല. അതായത് ഇപ്പോൾ സ്റ്റുഡിയം കോളേജിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സ്റ്റുഡിയം കോളേജ് കഴിഞ്ഞതിന് ശേഷമുള്ള എക്സാം, അതിൻ്റെ കുറേ ഡീറ്റെയിൽസ്, എന്തൊക്കെ എക്സാംസ്, അങ്ങനെ കുറേ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ വേണമെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ സ്റ്റുഡിയം കോളേജ് മാത്രം, അതായത് +3 ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് കോമൺ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ജർമ്മനി ചൂസ് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കാണാം. താങ്ക് യു, ബൈ ഫോർ നൗ. ഓക്കെ.